വിനീത മേഡത്തിന് ഒന്ന് കാണണമായിരുന്നു. എന്തിന്? ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? അത് അവിടെ പറയാനുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും രേണു സുധി അഹങ്കാരി എന്ന് വിളിക്കാൻ അത് ഇത്രമാത്രം ഷോ തുടങ്ങിയിട്ട് അവസാനം വരെ പല പല കട്ട്സിൽ ഇങ്ങനെ അഹങ്കാരിയാണ് 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 അങ്ങനെ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഷാരിക? ഞാൻ എപ്പോ പറഞ്ഞു? നീ പറഞ്ഞു. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാൻ അത് ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. രേണു സുധി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇച്ചിരി ചിരിച്ചും ഇച്ചിരി എനിക്ക് ഫ്രണ്ടിലിരിക്കുന്ന ഒരാളുടെ പുച്ഛഭാവം കണ്ടാൽ എനിക്കത് മനസ്സിലാവും. ഭയങ്കരം തന്നെ. നിങ്ങളിപ്പോൾ ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴാണ് ശരിക്കും അതൊന്ന് ഇറങ്ങി പോകേണ്ടത്. വളരെ വളരെ അഹങ്കാരത്തോടും പുച്ഛത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. കൊടുക്കട്ടെ സാറേ. ഷാരിക, ഞാൻ അഹങ്കാരം കാണിക്കുന്നതോ പുച്ഛം കാണിക്കുന്നതോ അല്ല. ഇതെന്റെ ഒരാൾ വളരെ വളരെ റഫായിട്ട് സംസാരിക്കുമ്പോൾ മറ്റപ്പുറത്തിരുന്ന് ചിലപ്പോൾ പുച്ഛിച്ച് ചിരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ലോക അഹങ്കാരികൾ അവർ ആ കൂട്ടത്തിലാണ് ഡോക്ടറും പെടുന്നത് എന്ന് ഞാൻ പറയുന്നു. മേലാൽ ഇത്തരം കൊടരാത്തരം കാണിച്ചാലുണ്ടല്ലോ നിന്റെ ഷേപ്പ് മാറ്റും, നിന്റെ പണി കളഞ്ഞ പറഞ്ഞു. എനിക്ക് ഷാരിക കാണുമ്പോ എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒച്ചയെടുക്കുന്ന ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് ഷാരിക കാണുന്നത്. പറഞ്ഞല്ലോ, സന്തോഷം. ഷാരിക, നമ്മളിവിടെ സംസാരിക്കുന്നത് ഷാരിക കുഴപ്പമുണ്ട്. ആക്ച്വലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞു. എന്തെങ്കിലും ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ചിരി വരുമല്ലേ? ചിരിപ്പിക്കുകയും ചെയ്യും. ഇയാളെന്താ ഇവിടുത്തെ ആസ്ഥാന തമാശക്കാരനാണോ? അങ്ങനെ ചോദിച്ചാൽ നോ, എനിക്ക് ആ ഹാബിറ്റ്സ് ഇല്ല. ഞാൻ ഡ്രിങ്ക് ചെയ്യാറില്ല. പുച്ഛിച്ച് അട്ടഹസിച്ചുകൊണ്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എനിക്കിത് ഷോ അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തുടർന്ന് പോകാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ഷാരിക കരയാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംസാരിച്ചത്? അയ്യേ, ആര് കരഞ്ഞ്? ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു.